ഹായ് എവ്രിവൺ, ബിസിനസ് ബസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ആമസോണിൻ്റെ സെല്ലർ ആപ്പാണ്. അപ്പോൾ നിങ്ങൾ പുതിയൊരു ആമസോൺ സെല്ലർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ആപ്പ് തന്നെയാണ് ആമസോൺ സെല്ലർ ആപ്പ് എന്ന് പറയുന്നത്. പലപ്പോഴും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, നമുക്ക് ഓർഡേഴ്സ് വന്നാൽ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി എന്ന് പറയുന്നത് ആമസോൺ സെല്ലർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു ആപ്പ് വഴി പുതിയതായിട്ട് നമുക്ക് ഓർഡേഴ്സ് ലഭിക്കുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് മെസ്സേജ് വരുന്നതാണ്. മാത്രമല്ല വാട്സപ്പിലൊക്കെ നമുക്ക് സൗണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നത് പോലെ തന്നെ ഇതിനകത്തുനിന്നും നമുക്ക് സൗണ്ട് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് പുതിയ ഓർഡേഴ്സ് ലഭിക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ്ലി തന്നെ ഓർഡേഴ്സ് ലഭിച്ചു എന്നുള്ള കാര്യം അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇതുവരെയും നിങ്ങൾ ആമസോണിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കുള്ള രണ്ട് ഓപ്ഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് ഓർഡേഴ്സ് പുതിയതായിട്ട് ലഭിക്കുമ്പോൾ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡിയിലേക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. ഇമെയിൽ വഴി അല്ലാതെ അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ സെല്ലർ അക്കൗണ്ടിൽ സാധാരണ പോലെ തന്നെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ ആമസോൺ സെല്ലർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിലാദ്യം കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ആപ്പ് എന്ന് പറയുന്നത്. ഇൻസ്റ്റാൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് സാധാരണ പോലെ തന്നെ നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡൗൺലോഡ് ആയതിനു ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് പ്ലേസ് ഏതാണെന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഇന്ത്യ സെലക്ട് ചെയ്തു. അതിനുശേഷം സാധാരണ പോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ പാസ്വേഡും കൊടുത്തിട്ട് OTP റിക്വസ്റ്റ് ചെയ്ത് ആ OTP അടിച്ചു കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ ലാംഗ്വേജ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. മലയാളം ഓപ്ഷൻ അവൈലബിൾ ആണോ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കാവുന്നതാണ് ലാംഗ്വേജ് എന്നുള്ള ഭാഗത്ത്. ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് ഇംഗ്ലീഷാണ് കിടക്കുന്നത്, അപ്പോൾ ഞാൻ ഇതിവിടെ ചേഞ്ച് ചെയ്യുന്നില്ല. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മുകളിൽ തന്നെ കാണാം എത്ര രൂപയുടെ സെയിലാണ് ഇന്ന് നടന്നത്, എത്ര യൂണിറ്റ്സ് ആണ് സെല്ലായി പോയത്, നമ്മുടെ കറൻറ്റ് COD ബാലൻസ്, അതായത് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ഓർഡേഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ട പേയ്മെൻറ്റ്സ് പെൻഡിങ് ആയിട്ട് കിടക്കുന്നത് എത്ര രൂപയാണ് ഈ ബാലൻസ് ഉള്ളത്, അത് അടുത്ത നെക്സ്റ്റ് COD പേയ്മെൻറ്റ്, അതായത് ആമസോൺ എന്നാണ് അത് നിങ്ങൾക്ക് അയക്കുന്നത് എന്നുള്ള ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, എത്രയാണ് കറൻറ്റ് ഇലക്ട്രോണിക് ബാലൻസ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, എന്നാണ് അടുത്ത ഇലക്ട്രോണിക് പേയ്മെൻറ്റ് അയക്കുന്ന ദിവസം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കസ്റ്റമർ ഫീഡ്ബാക്ക് എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ സെല്ലർ ഫീഡ്ബാക്കും നമുക്കതുപോലെ തന്നെ കാണാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ ഇവിടെ ലാസ്റ്റ് 30 ഡേയ്സിൻ്റെ ഒരു പ്രൊഡക്റ്റ് സെയിൽസിൻ്റെ ഒരു ഗ്രാഫ് നമുക്ക് കാണാം. ഇവിടെ ഇപ്പോൾ യൂണിറ്റ് സോൾഡ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര യൂണിറ്റ്സ് ആണ് സെല്ലായി പോയത് എന്നുള്ളത് ലാസ്റ്റ് 30 ഡേയ്സിൻ്റെ കണക്കാണ് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കാണാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ലാസ്റ്റ് 30 ഡേയ്സിന് 122 യൂണിറ്റ്സ് ആണ് സെല്ലായി എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോൾ ഇത് ചേഞ്ച് ചെയ്യണം, ലാസ്റ്റ് 7 ഡേയ്സിൻ്റെ ഫിഗറാണ് നമുക്ക് കാണേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഇനി താഴേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബിസിനസ് റിപ്പോർട്ട്സ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റോറിൻ്റെ ട്രാഫിക്, അതായത് എത്ര പേജ് വ്യൂസ് ഉണ്ടായി, പിന്നെ എത്ര സെഷൻസ് ഉണ്ടായി എന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്ഷനിൽ വന്നാൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ ഇവിടെ താഴെ സെയിൽസ് കൺവേർഷൻ, അതായത് എത്ര പേര് കണ്ടു, അതിനകത്ത് എത്ര പേരുടെ സെയിൽസ് ആയിട്ട് അത് കൺവേർട്ട് ചെയ്തു, ആ ഒരു വ്യൂസ് എത്ര % ആണ് സെയിൽസ് ആയിട്ട് കൺവേർട്ട് ആയത് എന്നുള്ളതും നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് പറ്റുന്നതാണ്. ഇവിടെയും നമുക്ക് ഡേറ്റ്സ് ഒക്കെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി താഴേക്ക് വരികയാണെങ്കിൽ ആഡ് എ പ്രൊഡക്റ്റ് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് സ്കാൻ ചെയ്തിട്ട് അത് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. ആമസോണിൽ ഈ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് എത്രത്തോളം നല്ലതാണെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. നമുക്കിവിടെ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മാനേജ് ഓർഡേഴ്സ് പേജ് ഉണ്ട്. മാനേജ് ഓർഡേഴ്സ് പേജിൽ നമ്മൾ സാധാരണ പോലെ തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഓർഡേഴ്സൊക്കെ സെൽഫ് ഷിപ്പാണോ ഈസി ഷിപ്പാണോ അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ് നമുക്ക് ലഭിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമുക്ക് ഈ ഒരു മാനേജ് ഓർഡേഴ്സ് പേജ് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ നോ ഓർഡേഴ്സ് ഫൗണ്ട് എന്ന് കാണാം. ഇതിപ്പോൾ നമുക്ക് ഏതെങ്കിലും രീതിക്ക് സോർട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഓർഡർ ഡേറ്റിൻ്റെ ബേസിലോ അല്ലെങ്കിൽ ഷിപ്പിംഗ് സ്പീഡിൻ്റെ ബേസിലോ ഷിപ്പ് ബൈ ഡേറ്റ്, അതായത് ഇത്രാം തീയതിക്ക് മുമ്പായിട്ട് ഷിപ്പ് ചെയ്യണം എന്നുള്ള ഡേറ്റിനനുസരിച്ചിട്ടോ ഹയസ്റ്റ് പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ടൊക്കെ നമുക്ക് സോർട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഫിൽറ്റർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഈസി ഷിപ്പിൻ്റെ സെറ്റിങ്സ് അനുസരിച്ചിട്ട് കസ്റ്റമർ ടൈപ്പിനനുസരിച്ചിട്ട് ബിസിനസ് കസ്റ്റമേഴ്സിൻ്റെ ഓർഡേഴ്സ് അങ്ങനെയൊക്കെ
ഏത് രീതിക്കാണെന്നുണ്ടെങ്കിലും നമുക്കത് സോർട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇനി പ്രോസസ്സ് ചെയ്യാനുള്ള ഓർഡേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കിട്ടുന്നത്. പിന്നെ ഏതെങ്കിലും ഇതുപോലെ മുമ്പ് വന്നിട്ടുള്ള ഓർഡേഴ്സൊക്കെ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് ഓർഡർ ID വെച്ചിട്ട് ഇവിടെ ട്രാക്ക് ചെയ്യാവുന്നതാണ്. ഇനി വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാനേജ് റിട്ടേൺസ് പേജ് ഉണ്ട്. മാനേജ് റിട്ടേൺസിൽ നമ്മുടെ പ്രൊഡക്റ്റ് എന്തെങ്കിലുമൊക്കെ റിട്ടേൺസ് കസ്റ്റമർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് നമുക്ക് ഈ ഒരു പേജിൽ നിന്ന് ലഭിക്കുന്നത്. മെയിൻലി നമ്മുടെ സിസ്റ്റത്തിൽ, അതായത് നമ്മുടെ ഡെസ്ക്ടോപ്പ് മോഡിൽ നമുക്ക് കിട്ടുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഏകദേശം ഇതിനകത്തും ഉള്ളത്. പക്ഷേ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ പറ്റും എന്നുള്ളത് മാത്രം. ഇനി ഇവിടെ മാനേജ് കേസ് ലോഗ്സ് എന്ന ഓപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ കേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഈസിലി ട്രാക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഡെസ്ക്ടോപ്പിൽ നമ്മൾ സാധാരണ ഹെൽപ്പിൽ പോയിട്ട് അതിൻ്റെ കേസ് ലോഗ് നോക്കാറില്ലേ, അതേ സെയിം സംഭവം തന്നെ നമുക്കിവിടെ ഈസി ആയിട്ട് കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ നമുക്കിവിടെ കാണാം ഏതൊക്കെ കേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളതൊക്കെ. ഇനി ഡീറ്റെയിൽ ആയിട്ട് അത് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് ഇവിടെ പേയ്മെൻറ്റ്സിൻ്റെ റിപ്പോർട്ട്സ് ഒക്കെ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് കാണാനായിട്ട് നമുക്കിവിടെ സ്റ്റേറ്റ്മെൻറ്റ് വ്യൂ, ഓൾ സ്റ്റേറ്റ്മെൻറ്റ്സ് വ്യൂ ഒക്കെ എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇനി ഇവിടെ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് നമ്മുടെ ബയേഴ്സ് എന്തെങ്കിലും മെസ്സേജ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ഈസിലി ട്രാക്ക് ചെയ്തെടുക്കാനും, നമ്മൾ റെസ്പോണ്ട് ചെയ്യാത്ത കാര്യങ്ങൾക്കൊക്കെ ഇവിടെ റെസ്പോൺസ് നീഡഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതാണ്. ഇവിടെ ന്യൂസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആമസോണിൽ ഏതെങ്കിലും തരത്തിലുള്ള പുതിയ അമെൻമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മളെ അറിയിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് ഈ ഒരു ന്യൂസിൽ വന്നു കഴിഞ്ഞാൽ പുതിയ ഓഫേഴ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇവിടെ വ്യൂ ഡീൽസ് എന്ന ഓപ്ഷൻ ഉണ്ട്. എന്തെങ്കിലും പെർട്ടിക്കുലർലി ഡീലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണാനായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ക്യാമ്പയിൻ മാനേജർ ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ക്യാമ്പയിൻസ് ആഡ് റൺ ചെയ്യാനായിട്ടുള്ള പരിപാടികൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് പറ്റുന്നതാണ്. ഇവിടെ അക്കൗണ്ട് ഹെൽത്ത് എന്ന ഓപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ട് നമ്മുടെ അക്കൗണ്ട് ഹെൽത്തിനെ ബാധിക്കുന്ന രീതിയിൽ, ഓർഡർ ഡിഫക്റ്റ് റേറ്റോ അല്ലെങ്കിൽ ലേറ്റ് ഷിപ്മെൻറ്റ് റേറ്റ് ഒക്കെ കൂടുതലാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമുക്ക് ഈ ഒരു അക്കൗണ്ട് ഹെൽത്ത് പേജിലേക്ക് വന്നാൽ മതി. ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഫീഡ്ബാക്ക്സ് കസ്റ്റമറിൻ്റെ ഭാഗത്തുനിന്ന് അവർ ലീവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നതാണ്. ഇനി ഇവിടെ സ്റ്റെപ്പിൻ്റെ ഡാഷ്ബോർഡാണ് ഈ കാണുന്നത്. അപ്പോൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എത്രത്തോണ്ട് സെയിൽസ് ജനറേറ്റ് ചെയ്തു അതിനനുസരിച്ചിട്ട് നമ്മൾ ഓരോ ലെവൽ ഉണ്ടാവും. അപ്പോൾ നിലവിലിപ്പോൾ നമ്മൾ സ്റ്റെപ്പിൻ്റെ സ്റ്റാൻഡേർഡ് ലെവലിലാണുള്ളത്. അപ്പോൾ ഓരോ നമ്മുടെ പെർഫോമൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അടുത്ത ലെവലിലേക്ക് മൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് പറ്റുന്നതാണ്. ഇനി ഇവിടെ എക്സ്പ്ലോർ സർവീസസ് എന്ന ഓപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സർവീസ് പ്രൊവൈഡേഴ്സ്, അതായത് അക്കൗണ്ട് മാനേജ് ചെയ്യാനും അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്യാനും ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാറ്റലോഗിങ് അതായത് ലിസ്റ്റിംഗ് പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്, അങ്ങനെയുള്ള സർവീസസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിലും അതിനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് തേർഡ് പാർട്ടി സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ ഹെൽപ്പ് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഏത് കാര്യത്തെക്കുറിച്ചിട്ടാണ് ഡീറ്റെയിൽസ് വേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് റിക്വസ്റ്റ് കൊടുക്കുക. നിങ്ങളുടെ ഇമെയിൽ ഐഡിയും ഫോൺ നമ്പറും കറക്റ്റ് അല്ലേ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊരു പെയ്ഡ് സർവീസാണ്. ആമസോണുമായി ടൈപ്പ് ചെയ്തിട്ടുള്ള തേർഡ് പാർട്ടി സർവീസ് പ്രൊവൈഡേഴ്സാണ് നിങ്ങൾക്കായിട്ടിത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇവിടെ റെഫർ എ ഫ്രണ്ട് ആൻഡ് ഏൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾക്കിത് അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ സൈനപ്പ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഏൺ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കൂടി ഇതിനകത്തുണ്ട്. ഇനി ഇൻവെൻട്രി അലേർട്ട്സ്, അതായത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് സ്റ്റോക്ക് ലോ ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അലേർട്ട് പേജാണിത്. അപ്പോൾ ഏതെങ്കിലും പ്രൊഡക്ട്സ് ഔട്ട് ഓഫ് സ്റ്റോക്കിലേക്ക് നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ സപ്ലയറുമായിട്ടുള്ള ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാനും ഈ ഒരു ലോ സ്റ്റോക്ക് എന്നുള്ള ഒരു സംഭവം ഒഴിവാക്കി ഔട്ട് ഓഫ് സ്റ്റോക്ക് വരാതെ മാനേജ് ചെയ്യാനായിട്ടും ഈ ഒരു പേജ് സഹായിക്കുന്നതാണ്. ഇവിടെ പ്രൈസിങ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്ട്സ് കോമ്പറ്റീറ്റേഴ്സ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ
ബെറ്റർ ആയിട്ടുള്ള പ്രൈസ് അവർ ഒരു ഓപ്പർച്യൂണിറ്റി കാണുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ അറിയിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സെയിൽസ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിനായിട്ടുള്ളതാണ് ഈ ഒരു പേജ് എന്ന് പറയുന്നത്. ഇവിടെ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. അതും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ആമസോൺ സെല്ലിങ്ങിൽ കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് സഹായിക്കുന്ന രീതിക്കുള്ള പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നൽകാനാണ് ഈ ഒരു പേജ് ഉപയോഗിക്കുന്നത്. ഇവിടെ മാനേജ് ഇൻവെൻറ്ററി പേജ് ഉണ്ട്. മാനേജ് ഇൻവെൻറ്ററിയിൽ സാധാരണ നമ്മൾ ഡെസ്ക്ടോപ്പിൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ കംപ്ലീറ്റ് പ്രൊഡക്ട്സിൻ്റെ സ്റ്റോക്കും അത് എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യേണ്ടത്, എത്ര യൂണിറ്റ്സ് ആണ് സ്റ്റോക്ക് ഉള്ളത്, അതിൻ്റെ പ്രൈസ് എങ്ങനെയാണ്, ഈ വക ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ ഒരു മാനേജ് ഇൻവെൻറ്ററി പേജിൽ ലഭിക്കുന്നതാണ്. ഇനി ഇവിടെ മാനേജ് FBA ഷിപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ FBA വഴിയാണ് പ്രൊഡക്ട്സ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്ന ഒരു പേജാണിത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് റെക്കോർഡ്സ് ഒന്നും ലഭിക്കുന്നതല്ല. ഇവിടെ സെല്ലർ റിവാർഡ്സ് പ്രോഗ്രാമിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നതാണ്. അതായത് ആമസോണിൻ്റെ തന്നെ പല പ്രോഗ്രാംസുകളുണ്ട്. അതിനകത്ത് നമ്മൾ അവർ പറയുന്ന പോലെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനായിട്ടുള്ള ചെറിയ ക്രെഡിറ്റ്സ് അല്ലെങ്കിൽ ആഡ് ക്രെഡിറ്റ്സോ അങ്ങനെയുള്ള കുറച്ച് ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് ലഭിക്കുന്ന ചില പ്രോഗ്രാംസ് ഉണ്ട്. അത് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ ഒരു പേജ് നോക്കിയാൽ മതിയാവും. ഇനി അടുത്തൊരു ഓപ്ഷനാണ് ആമസോൺ ലെൻഡിങ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അതായത് നിങ്ങളൊരു പരിധിയിൽ കൂടുതൽ സെയിൽസ് ആമസോണിൽ ജനറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിക്കുള്ളൊരു പരിപാടിയാണ് ആമസോൺ ലെൻഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. ഇനി ഇതിൻ്റെ മെനു എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്കിവിടെ കാണാം കുറച്ച് ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ നിലവിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയുള്ളൂ. അതല്ലാതെ ഒന്നുള്ളത് പ്രൊഡക്റ്റ് ഫോട്ടോ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷനാണ്. സപ്പോസ് എൻ്റേത് ഈ ഒരു പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഫോട്ടോ എടുത്തു എന്ന് വിചാരിക്കുക. അതിനുശേഷം എനിക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ലൈറ്റ് ബ്രൈറ്റ്നസ് കൂട്ടണം കുറയ്ക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഇമേജ് എടുത്തതിന് ശേഷം അത് നമുക്ക് അത് എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന രീതിക്കാണ് ഇത് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇതിന് അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വീണ്ടും പറയാം. കാരണം നമ്മളൊരു പ്രൊഫഷണൽ രീതിക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമായിട്ട് എനിക്കിത് തോന്നിയിട്ടില്ല. അപ്പോൾ ഇതിന് നമ്മളൊരു ടിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ, എന്താണ് അതിൻ്റെ ഇഷ്യൂ എന്നുള്ളതും അവർ കാണിക്കുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് ഈസ് നോട്ട് വൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു ഇമേജ് എടുക്കാനായിട്ട് നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സൗകര്യം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിട്ട് നിങ്ങൾക്കിത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഇനി മറ്റൊരു കാര്യം പറയാൻ വിട്ടുപോയത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ലിങ്ക് ആയിട്ട് നിങ്ങളുടെ കംപ്ലീറ്റ് പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഒരാൾക്കോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ മാനേജ് ഇൻവെൻറ്ററിയിൽ ഷെയർ സ്റ്റോർ ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ അതിന് താഴെയായിട്ട് ഇവിടെ ഷെയർ യുവർ സ്റ്റോർ ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലിങ്ക് കോപ്പി ചെയ്ത് അത് സേവ് ചെയ്ത് വെക്കാം. അതിനുശേഷം ആ ഒരു ലിങ്ക് നമുക്ക് കസ്റ്റമേഴ്സിന് ഡയറക്റ്റായിട്ട് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ വെബ്സൈറ്റ് അഡ്രസ്സായിട്ട് കൊടുക്കുകയോ വാട്സപ്പിലൂടെയൊക്കെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ആപ്പിനെ കുറിച്ച് പറയാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ചെയ്യാം.